എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് മാറ്റമാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്, അതായത് കോഴ്സ് ട്രാൻസ്ഫറാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ നിങ്ങൾ മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് വീണ്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സംശയം പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സംശയത്തിനുള്ള ഉത്തരമാണിത്. അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ പഠിക്കുന്ന മറ്റ് സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക്, ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എന്ന സ്കൂളിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് കിട്ടിയത് എന്ന് കരുതുക. അതേ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബയോളജി സയൻസോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ ആണ് ട്രാൻസ്ഫറായിട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടിയിട്ട് വീണ്ടും പോവേണ്ടതില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസായിട്ട് വരുന്ന, അതായത് നിങ്ങൾക്ക് കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം നിങ്ങൾക്കൊരു 100 മുതൽ 200 രൂപയ്ക്കുള്ളിലായിട്ട് ഒരു എക്സ്ട്രാ ഫീസ് വരും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ അതായത് ബയോളജി സയൻസോ അല്ലെങ്കിൽ അതായത് നിങ്ങൾക്കിപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിന്ന് ബയോളജി സയൻസിലേക്കോ, അതായത് ഒരു ഉദാഹരണം പറയാം, ജസ്റ്റ് ബയോളജി സയൻസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കോഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ നിന്നും ഇതിന് മുകളിൽ നൽകിയിട്ടുള്ള ബയോളജി സയൻസിലേക്കോ കൊമേഴ്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ ആണ് കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ കൊമേഴ്സിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ ആണ് കിട്ടിയത്, അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ബയോളജി സയൻസിലേക്കാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ആയിട്ട് ഒരു 100 മുതൽ 200 രൂപ വരെ ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടച്ചാൽ മതി. അതേസമയം ബയോളജി സയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും കൊമേഴ്സിലേക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇവയിൽ നിന്ന് ഹ്യൂമാനിറ്റീസിലേക്കോ ആണ് വരുന്നതെങ്കിൽ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ആ ഒരു പൈസ നിങ്ങൾ സ്കൂളിൽ നൽകിയാൽ മതി. അതായത് നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂളിലെ ആ ഒരു പ്രിൻസിപ്പാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് ആ ഒരു പൈസ, അതായത് എക്സ്ട്രാ ആയിട്ട് വരുന്ന ആ ഒരു പൈസ നിങ്ങൾ നൽകിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് വീണ്ടും ആ ഒരു സെയിം സ്കൂളിൽ തന്നെ പോയിട്ട് വീണ്ടും അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് കോഴ്സ് മാറ്റമാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം ലഭിച്ചിട്ടുള്ളത്. അത് കോഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ, സ്കൂൾ മാറിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫീ പേയ്മെൻറ്റ് മാത്രം അടച്ചാൽ മതി. നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടിയിട്ട് പോവേണ്ട ആവശ്യമില്ല. ഇനി അതേസമയം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുള്ളത് മറ്റൊരു സ്കൂളിലേക്കാണ് എന്ന് കരുതുക. അതായത് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലാന്നുണ്ടെങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്കോ ആണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മുൻപ്, അതായത് നിലവിൽ ഇപ്പോൾ എവിടെയാണോ അഡ്മിഷൻ ഉണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ അഡ്മിഷൻ നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻസും, അതുപോലെ തന്നെ പുതിയ TC ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഫീസ് ഒഴികെയുള്ള നിങ്ങളുടെ PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ തിരിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീസും എടുത്തുകൊണ്ട് നിങ്ങൾ അതുപോലെ ഡോക്യുമെൻസും എടുത്തുകൊണ്ട് പുതുതായിട്ട് ഏത് സ്കൂളിലേക്കാണ്, അല്ലെങ്കിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ്, അല്ലെങ്കിൽ ഏത് ജില്ലയിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് ആ ഒരു ജില്ലയിലെ സ്കൂളിലേക്ക് പോവുകയും, അതുപോലെ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടച്ചിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ ഫീസിൻ്റെ റെസീപ്റ്റ് ഉണ്ടാവും. ആ ഒരു റെസീപ്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്ററും PTA ഫണ്ടും കോഷൻ ഡെപ്പോസിറ്റും നിങ്ങൾ അടച്ചുകൊണ്ട് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ യൂണിഫോം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ യൂണിഫോമിൻ്റെ പൈസയായിട്ട് ഏകദേശം ഒരു 1000-1500 രൂപയ്ക്കടുത്ത് ഫീസ് വരും. അത് യൂണിഫോമിൻ്റെ ആ ഒരു തുണിക്ക്. അപ്പോൾ ആ ഒരു യൂണിഫോമിന് വാങ്ങിക്കാനായിട്ട് ആ ഒരു പൈസ കൂടി കയ്യിൽ കരുതാനായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനിയൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വേക്കൻസി ഇല്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഓപ്ഷനാണ് വെച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് ആ ഒരു സ്കൂളിലെ വേക്കൻസി എത്രയുണ്ട്, അതുപോലെ ആ ഒരു നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുള്ള ഓപ്ഷനിൽ നിന്നും എത്ര വിദ്യാർത്ഥികളാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ ലഭിച്ച് പോകുന്നത്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങളുടെ WGPA എത്രയാണ് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഓപ്ഷൻ വെച്ചിരുന്നാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിരവധി സ്കൂളിൽ കുറേ വേക്കൻസി ഉള്ളത് കൊണ്ടും അതുപോലെ
കുറേ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തതുകൊണ്ടും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ കിട്ടില്ല എന്നുള്ള ഒരു പേടി ആർക്കും ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ അല്ലെങ്കിൽ 12 മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നും കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയുള്ളത്, ഏത് ഓപ്ഷനിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയുള്ളത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലൗഡ് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതും ആണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ട്രാൻസ്ഫർ കിട്ടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയുള്ള സ്കൂളിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയും എന്നാൽ ട്രാൻസ്ഫർ ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ അഡ്മിഷൻ എവിടെയാണോ ഉണ്ടായിരുന്നത്, ഏത് കോഴ്സിലാണോ ഉണ്ടായിരുന്നത് അവിടെ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനിയൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം മ്യൂച്വൽ ട്രാൻസ്ഫർ ഉണ്ടാവാനാണ് സാധ്യത. മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 2 വിദ്യാർത്ഥികൾക്ക് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അത് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം എന്നുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ കൊമേഴ്സിലാണ്, മറ്റൊരു വിദ്യാർത്ഥി സയൻസിലാണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. അല്ലെങ്കിൽ കൊമേഴ്സാണ് ഹ്യൂമാനിറ്റീസ് ആണ്, അല്ലെങ്കിൽ കൊമേഴ്സാണ് സയൻസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് ആ ഒരു കാര്യം അത് മ്യൂച്വൽ ട്രാൻസ്ഫർ വരുന്ന കാര്യം നിങ്ങളോട് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ട്രാൻസ്ഫറിനുള്ള സർക്കുലർ വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് അങ്ങനെ മാറുന്നതിനുള്ള, അതായത് സ്കൂളിൽ നിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ ലഭിക്കുന്നതും ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നാളെ രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടെയോ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ